നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഡാർ ഐറ്റമാണ് ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക്. ഈ ഒരു കേക്ക് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ ഈ ഒരു കേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മുട്ട ഉപയോഗിക്കുന്നില്ല. പിന്നെ ഓവനും ബീറ്ററും മിക്സിയും ഫ്രിഡ്ജും ഒന്നും തന്നെ ആവശ്യമില്ല. അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുണ്ടാക്കുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. എന്നിട്ടും ഈ കേക്ക് കണ്ടോ നല്ല സോഫ്റ്റ് പഞ്ഞിക്കിട്ട പോലത്തെ കേക്കാണ്. ഈ കേക്ക് അങ്ങ് ഹോട്ട് ചോക്ലേറ്റിൽ അങ്ങ് മുക്കി കുതിർത്ത് അങ്ങ് വായിലോട്ട് വെച്ചാലുണ്ടല്ലോ എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറയേണ്ടി വരും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചിക്കൂസ് ഡേ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേയിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം വിന്നർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പാണ് കേട്ടോ. 1/8 ടീസ്പൂൺ ഉപ്പാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചു വെച്ചില്ലേ, അതാണ്. അത് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് പൊടിച്ചു അങ്ങ് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വിസ്ക് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം മാത്രം ഒന്ന് അരിച്ചാൽ മതി. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് പ്രാവശ്യം അരിക്കുകയൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 5 ഇഞ്ച് വരുന്ന ഒരു സ്ക്വയർ ട്രേ ആണ്. 6 ഇഞ്ചോ 7 ഇഞ്ചോ ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം സ്ക്വയർ ട്രേ എന്ന് പറയാനായിട്ട് 5 ഇഞ്ചിൻ്റെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് എടുത്തുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ വലുത് എടുക്കുന്നത് കേട്ടോ നല്ലത്. റൗണ്ട് ഷേപ്പിലുള്ളതായാലും മതി. ഇനി നമുക്ക് ഒരു ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പം കേക്കിന് വേണ്ടിയിട്ടുള്ളതല്ല, ഹോട്ട് ചോക്ലേറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തു വെക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. നല്ല ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. ഞാൻ ചേർക്കുന്നത് ബ്രൂ ആണ്. എനിക്ക് ബ്രൂവിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് തന്നെയാണ് എടുക്കാറ്. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, എല്ലാം കൂടെ അരിച്ചൊക്കെ വെച്ചില്ലേ, അതിനകത്തോട്ട് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ, മെൽറ്റഡ് ബട്ടർ സെയിം അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ബട്ടർ ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു സ്പാച്ചുല എടുത്ത് അത് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരുപാട് പാൽ ഒഴിക്കരുത് കേട്ടോ. കാരണം ഈ ബാറ്റർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ബാറ്റർ പോലെ ആവരുത്. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം 1/2 കപ്പ് മാത്രം ഒഴിച്ച്, വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ കുറച്ച് തിക്കാണ്. നമ്മളിപ്പോൾ അത് എടുത്ത് നോക്കുന്ന സമയത്ത് തീരെ അങ്ങ് വീഴാതെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന പാൽ ഇളം ചൂടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇത് മതി, ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമ്മളിതാ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ ബട്ടർ പേപ്പർ ഒന്നും വെക്കണ്ട. ഓയിൽ ഗ്രീസ് ചെയ്താൽ മാത്രം മതി. ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഗ്രീസ് ചെയ്താൽ മതി. കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. സാധാരണ കേക്കിൻ്റെ ബാറ്റർ പോലെ ആയി പോവരുത്. അപ്പോൾ അത് എല്ലായിടത്തും ഒന്ന് നമുക്ക് ഒരേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. സാധാരണ ബാറ്റർ ആകുമ്പം ഈ ഒരു ആവശ്യമില്ല, കാരണം നല്ല ലൂസായിരിക്കുമല്ലോ. ഇതിപ്പോൾ എല്ലായിടത്തും ഒന്ന് ലെവലാക്കി കൊടുക്കണം. നല്ല രസമാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രത്യേക രസമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പേ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. നല്ല ചൂടോടുകൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെട്ടി തിളച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അതപ്പോൾ അത് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതെടുക്കാം.
ഇതാ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഡയറക്റ്റ് ഒരു സ്ഥലത്ത് അങ്ങ് കുത്തി ഒഴിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു സൈഡിലായിട്ട് കുത്തി അങ്ങ് വീഴില്ല, ഒരേപോലെ അങ്ങ് വീണ് പോട്ടെ. അത് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പം ഞാൻ അതാ പറഞ്ഞത്, കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കുക നല്ലത്. റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും താഴെയുള്ള കേക്ക് മുകളിലുള്ള ഹോട്ട് ചോക്ലേറ്റ് അടിയിലുമായിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുറത്തോട്ടൊക്കെ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. ചെറിയൊരു ട്രേ ആയതുകൊണ്ട് ഇപ്പോൾ വലിയ ട്രേ എടുക്കുക കേട്ടോ നല്ലത്. 6 ഇഞ്ചിൻ്റെയോ 7 ഇഞ്ചിൻ്റെയോ ഒക്കെ എടുക്കാം. അപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റായിട്ട് മീഡിയം ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയാലും മതി. നമുക്ക് പതുക്കെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നല്ല ചൂടാണ്. കാരണം ആ ചൂട് മുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൈയൊന്നും പൊള്ളാതെ പതുക്കെ വെച്ച് കൊടുക്കാം. കുട്ടികളൊക്കെ ഒരുപാട് നമ്മുടെ കേക്കുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, കൊച്ചുമക്കൾ കൈയൊന്നും പൊള്ളിക്കരുത് കേട്ടോ. നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചൊരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. തീ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യണ്ട. ഇപ്പം കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാം. കുത്തുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അടിയിലോട്ട് കുത്തണ്ട, കാരണം അടിയിൽ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് കിടപ്പുണ്ടാവും. കേക്കിൻ്റെ പോർഷൻ്റെ ഒരു പകുതി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അതുവരെ ഒന്ന് കുത്തി നോക്കാം. അല്ല, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ആ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് തെറിച്ചിട്ട് പുറത്തോട്ട് കുറച്ച് വീണിട്ടുണ്ട്. അതും കൂടിയൊക്കെ കൂടിയാണെന്ന് തോന്നുന്നു. ഭയങ്കര സ്മെല്ലാണ് ഇവിടെ മുഴുവനായിട്ട്. ഇത് ഇങ്ങനെയാട്ടോ കാണാനുണ്ടാവും. ഇത് കാണാനായിട്ട് ഭയങ്കരമായ ലുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ കഴിക്കാൻ ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ്. നമുക്കിതിന് എടുക്കാം. അത് കണ്ട സൈഡിലൊക്കെ കുറച്ച് പുറത്തോട്ട് തെറിച്ചിരിപ്പുണ്ട്. ഇതാ ഇപ്പം നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജാണ്. നമ്മൾ ചൂടോടുകൂടി ആട്ടോ കുറിക്കേണ്ടത്. തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചൂടോടുകൂടി മുറിച്ച് കഴിക്കാം. ആ കേക്ക് ഇങ്ങനെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അതാണ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇളകി കളിക്കുന്നത്. ഞാനിതിപ്പോൾ ജസ്റ്റ് 4 മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് വലിയ പീസ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 9 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പക്ഷേ 4 പീസാക്കുന്നേ ഉള്ളൂ. നടുക്കൂടെ ഞാൻ കട്ട് ചെയ്യാണ്. കേക്ക് നല്ല സോഫ്റ്റ് ആട്ടോ, കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു പീസ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അതിങ്ങനെ എടുക്കട്ടെ. അപ്പം എടുക്കുന്ന സമയത്ത് 2 സ്പൂൺ വെച്ച് ഇങ്ങനെ പതുക്കെ പൊക്കി എടുക്കാം. കാരണം ആദ്യത്തെ പീസ് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കണ്ടത് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് കിടക്കുന്നത്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇത് ഹോട്ടായിട്ട് തന്നെ കഴിക്കുന്ന കേട്ടോ. തണുത്ത് കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ എന്നാലും ഹോട്ടായിട്ട് കഴിക്കണം. നമുക്കത് എടുത്ത് ഒഴിച്ചു കൊടുക്കാം, പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്താ ഭംഗി! അങ്ങ് ഹോട്ട് ചോക്ലേറ്റിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്. നമുക്ക് ഈ ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനെ മുക്കി കുതിർത്ത് അങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുകയാണ്. കഴിക്കട്ടെ. എന്താ പറയാ, നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് സോസും ഹോട്ട് ചോക്ലേറ്റ് കേക്കും അടിപൊളി, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതുവരെയ്ക്കും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ ഇതിൻ്റെ ഫാനായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടിപൊളിയാട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് പേര് ചേച്ചി ഇപ്പോൾ മുട്ടയില്ലാത്ത ഒന്നും ഉണ്ടാക്കുന്നില്ല, മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കെല്ലാം ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി കഴിയുകയും ചെയ്യും. ഈ കേക്ക് ഉണ്ടാക്കുന്നത് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിതിങ്ങനെ ഒഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് സംശയം തോന്നും, അയ്യോ ഇത് ശരിയാവുമോ, ഇതിൻ്റെ അടിയിലോട്ട് പോവുമോ, പൊങ്ങി വരുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു പേടിയും വേണ്ട. അസല ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജായിട്ട് തന്നെ വരും കേക്ക്. ഈ ഒരു രീതിയിൽ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നാൽ മതി. ഹോം ബേക്കേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ചോറൊക്കെ കൊണ്ടുതരുന്ന അലൂമിനിയത്തിൻ്റെ ബോക്സിൽ അത് നമുക്ക് ബേക്ക് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ളതുണ്ടാവും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. അതങ്ങനെ തന്നെ കവർ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.